അങ്ങനെ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട്, എന്നെ വിട്ടേരെ, എന്നെ ആരും സ്നേഹിക്കണ്ട, പക്ഷേ അച്ഛനെ കുറച്ചൊക്കെ സ്നേഹിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ആരുടെ അച്ഛൻ, നീ ആരെയാ അച്ഛനെന്ന് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയന്തി. അവിടെയൊന്നും പതറാതെ തന്നെ അലീന പറയുന്നുണ്ട്, ബബിതയുടെയും കൃഷ്ണമോളുടെയും ഒക്കെ അച്ഛൻ ഇനി തൊട്ട് എൻ്റെ അച്ഛനാണ് എന്ന്. അത് സമ്മതിച്ചു കൊടുക്കത്തില്ല, നിന്നെ ഇവിടുന്ന് തൂക്കി പുറത്തു കളയും എന്ന് തന്നെയാണ് വൈജയന്തി പറയുന്നത്. അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയി അലീനയോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. ആ സമയം അലീന പറയുന്നുണ്ട്, എന്നോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എന്തൊക്കെ വിദ്വേഷത്തോടു കൂടി പെരുമാറിയാലും എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും തിരിച്ചില്ല. ഒരിക്കൽ പോലും എനിക്ക് മേഡത്തിനോട് ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നിയിട്ടില്ല. ഒരിക്കൽ ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഇതെല്ലാം ചെയ്തത് തെറ്റാണ് എന്ന് മേഡത്തിന് തോന്നും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും വൈജയന്തി വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം വൈജയന്തിയുടെ മനസ്സിൽ വൈജയന്തിക്ക് അന്നുണ്ടായ കുഞ്ഞ് മരിച്ചുപോയി. പിന്നെ വേറൊരു രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇതെല്ലാം കേൾക്കുന്ന കൃഷ്ണമോളെ വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മ ആരോടാണ് മത്സരിക്കുന്നത്, ആരോടൊക്കെയാണ് ജയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അമ്മ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം 3 മക്കളും അമ്മയോടൊപ്പം ഉറച്ചു നിന്നതാണ്. അതുകൊണ്ട് തന്നെ വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കരിങ്കാലി എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന്. അതുപോലെ അമ്മയുടെ വിഷമം കണ്ടിട്ട് കൃഷ്ണമോളോട് സംസാരിക്കുന്നുണ്ട് ബബിതയും അതുപോലെ രോഹിത്ത് പറയുന്നുണ്ട്, നീ വലിയ നിഷ്പക്ഷമതിയായിട്ടൊന്നും അഭിനയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ ചെല്ലുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് രോഹിത്തേട്ടന് ഉറപ്പുണ്ടോ എന്ന്. അവിടെ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട് രോഹിത്ത്. കാരണം അമ്മയാണ് ശരിയെന്ന് രോഹിത്തിനും ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ലല്ലോ. ഏതായാലും ഈയൊരു ചർച്ചയൊക്കെ കേൾക്കുന്ന കൃഷ്ണമോൾക്ക് സങ്കടമാവുന്നുണ്ട് അലീനയുടെ അവസ്ഥ അറിയുമ്പോൾ. അലീനയുടെ അടുത്ത് വന്ന് ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയും അലീനയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വിവരം അലീന പോയി ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ആ സമയം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ, അവരുടെ സൈഡിലും 3 പേര് നമ്മുടെ സൈഡിലും 3 പേര്, അങ്ങനെ ഈക്വൽ സ്ട്രെങ്സ് ആയില്ലേ, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ കൂളായിട്ട് ഇരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്.